അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വണ്ടി ഡെലിവറിയാണ്. കാരണം അവർ കൂട്ടുകാരന്മാരാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട വീഡിയോ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഭയങ്കര ദോസ്തുക്കളാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ വണ്ടിയും കൂടെ ഒരുമിച്ച് എടുക്കാഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ഓരോ ഡിസൈനൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഡിസൈനുകളൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ 2 വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 വണ്ടി ഒരുമിച്ചാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ അനസിക്കാണ് നിൽക്കണം. അനസിക്ക, എന്തൊക്കെ വിശേഷം? മുടിക്കലിലെ വിശേഷം എന്താ? മുടിക്കലിൽ പ്രത്യേകിച്ച് വിശേഷം, നല്ല മഴ ഉണ്ടായിരുന്നു. മഴ കിട്ടിയെങ്കിൽ അടിപൊളി മഴ ഉണ്ടായിരുന്നു. ആലുവ നിങ്ങൾ നല്ല ആൾക്കാരൊന്നും മഴയൊന്നും പെയ്തിട്ടുള്ള എന്നാലും പെയ്ത് ഒരു ദിവസം കിട്ടി. പെരുമാറ അടിപൊളി മഴയായിരുന്നു ആണല്ലേ. ഓക്കെ. അപ്പൊ പെരുമ്പാവൂര് മൂവാറ്റുപുഴ ഏരിയയിലൊക്കെ നന്നായിട്ട് മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ എന്തായാലും വളരെ അടിപൊളി സ്ഥലത്താണ് ഇവരുടെ താമസവും കാര്യങ്ങളെല്ലാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനില്ല, നല്ല പാടങ്ങളും അല്ലേ, നല്ല സെറ്റപ്പ് സ്ഥലങ്ങളല്ലേ. വെള്ളമൊക്കെ അടിപൊളി, നല്ല ശുദ്ധ വെള്ളം കിട്ടും, ശുദ്ധവായു കിട്ടും, അടിപൊളിയാണ്, ജീവിക്കാൻ പറ്റിയ ക്ലൈമറ്റ്. പിന്നെ കിണർ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ നമ്മുടെ മുടിയൊക്കെ ഉണ്ടോ എന്ത് സ്ട്രോങ് ആണെന്ന് നോക്കിയേ. ഇത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് കിണർ വെള്ളത്തിന്റെ ആണോ? നമ്മളെ മുടിയത് അടവില്ല, ഫെവിക്കോളാണ്. നമ്മ കിണർ വെള്ളത്തിൽ കുളിച്ച് ജീവിക്കണോണ്ടാണ് ഈ സാധനം ഒന്നും പൊഴിയാത്തത്. 20-40 വയസ്സാകുമ്പോ കശണ്ടിയാവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇക്കാക്ക് ശരിക്കും പറഞ്ഞാൽ 47-50 വയസ്സാണ്. പക്ഷെ ഇതിന് മുടി നോക്കിയേ എന്തെങ്കിലും കുഴപ്പമാണ്. അതെന്ന് വെച്ചാല് നമ്മൾ ആ കിണർ വെള്ളത്തിന്റെ ആ ഒരു പവറാണ്. കല്യാണം കഴിച്ചാണ് ഈ 40-50 വയസ്സ് പറഞ്ഞതിന് അല്ല ചോദിക്കണമല്ല, നമുക്ക് സംശയമുണ്ട് അല്ലേ. പ്രായം കേട്ടില്ല. ഓക്കെ, തമാശ പറഞ്ഞാട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ താക്കോല് കൊടുക്കാൻ പോവാണ്. കാരണം ഇതിൽ അനസിക്ക ഏതാണ്ട് 5-6 ദിവസമായിട്ടൊന്നും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി വന്നിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് വണ്ടി കൊടുത്തിട്ടുണ്ട്. അനസിക്ക പറ, വർക്ക്ഷോപ്പിനെ പറ്റിയാണ്. വർക്ക്ഷോപ്പിനെ പറ്റി പറയാൻ വേണ്ടെന്നുള്ള അടിപൊളി സർവീസായിരുന്നു. സർവീസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നജീബ് പിന്നെ ഭയങ്കര ആക്റ്റീവ് മെമ്പറാണ്. എന്നാ പ്രത്യേകിച്ച് പൊക്കി പറയാനൊന്നുമില്ല, പക്കയാണ്, 100% ഗ്യാരണ്ടിയാണ്. പണിയൊക്കെ പെർഫെക്ഷൻ, ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റാഫ് എന്ത് കണവണ സാധനം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്പോട്ടിൽ വന്ന് ആ കുഴപ്പമില്ലാട്ടോ, അത് റെഡിയാക്കി തരാമെന്നുള്ളതാണ്. അല്ല ചിലടത്തൊക്കെ പോകുമ്പോളേ ചേട്ടാ നിക്കട്ടാ, ചോദിക്കട്ടെ, പറയട്ടെ, അങ്ങനത്തെ ഇടപെടൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാല് അതൊക്കെ പെർഫെക്റ്റ് ആണ്. സ്റ്റാഫൊക്കെ 100 മാർക്ക് കൊടുക്കാം, 100-100 100-100. പിന്നെ വണ്ടിയുടെ കുറെ ഡിസൈനൊക്കെ കുറെ ആൾക്കാരുടെ വണ്ടിയൊക്കെ ഞാൻ കണ്ടുവരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരൻ നല്ല കിടുക്കാച്ചിയായിട്ട് കുറെ വെറൈറ്റി ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മെയിൻലി എനിക്ക് അറിയാൻ പാടില്ല ആദ്യം ഇങ്ങനെ സംഭവം എനിക്കറിയാമായിരുന്നു. സൈനൂസ് എന്ന് ഫേമസ് ആണല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ നമ്മള് ഞാൻ ഓജസിൽ പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറയണ ഇങ്ങനെ സൈനൂസ് ഉണ്ടാ, ഞാൻ അങ്ങോട്ട് പോയോ നമ്മ പൊളിയാന്ന് പറഞ്ഞു. വേറെ നമ്മുടെ മാഹിൻ, അവന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഒരു 4-5 ദിവസമായിട്ട് വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഞാൻ വണ്ടി ഒരു ആവശ്യം വന്നിട്ടുണ്ടല്ലോ, കൂട്ടുകാരൻ ഉണ്ടായിരുന്നുണ്ട്. പുള്ളി എല്ലാം പുള്ളി വന്നിട്ട് പുള്ളിയുടെ വണ്ടി മാത്രമല്ല ഇതെല്ലാം നോക്കി ക്ലിയർ ചെയ്തു. പിന്നെ ഇപ്പൊ നമ്മൾ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമുക്ക് അതിനകത്തൊക്കെ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആള് മിയാണ്. ആർക്ക് വേണം ഇങ്ങോട്ട് വരാം. അർബാനി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണം ആലുവ മാളിയപ്പടിക്ക് വന്നാൽ നല്ല കിടുക്കാച്ചിയായിട്ട് പുള്ളി വണ്ടി പണിത് കഴിഞ്ഞു. അതാണ് ഗ്യാരണ്ടി. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. കാര്യം എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫാക്ഷൻ ഓക്കെയാണ്. ഒന്നും പറയണ്ട, സെറ്റാണ്. ആര് വെള്ളം പോരട്ടെ, അടിപൊളിയാണ്, മിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും താക്കോൽ കൊടുക്കാൻ പോകണം. കാരണം രാത്രി അവർക്ക് വരുമ്പോൾ അവർക്ക് എത്തണം. അപ്പോൾ എന്തായാലും ഞാൻ താക്കോൽ കൊടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം. കാരണം പുള്ളിക്ക് ഒരുപാട് വണ്ടികളുണ്ട്, ട്രാവലറും അതുമായി ബന്ധപ്പെട്ട വണ്ടികളെല്ലാം ഉണ്ട്. പുള്ളി അതിനകത്തുള്ള പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ട്രാവൽസിൻ്റെ പേരോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുള്ളിക്ക് വണ്ടിയുണ്ട്, വണ്ടി ഓടുന്നുണ്ട്, അത്രേ ഉള്ളൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അർബാനിയ പുതിയത് പുള്ളിയുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ താക്കോൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, സന്തോഷം, വളരെയധികം സന്തോഷം കേട്ടോ. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞ കേട്ടോ, നമ്മളൊരു റേറ്റ് കൊട്ടേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പൈസ പുള്ളി മേടിച്ചപ്പോൾ നമുക്ക് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ട് പുള്ളി തന്നിട്ടുണ്ട്. ഞാനത് വളരെയധികം ഹാപ്പിയാണ്. നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പുള്ളി മനസ്സറിഞ്ഞ് തന്നിട്ടുണ്ട്. അതിലൊരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.